സോണിയാഗാന്ധിയുടെ കൂടെ പടം. ഈടെ എത്ര കള്ളന്മാർ എത്ര പേരെ കൂടെ പടം എടുക്കണം? നമുക്ക് ആർക്കെങ്കിലും അറിയാം ഇവന്മാര് കള്ളന്മാരാണെന്ന്? ഇപ്പൊ ഞങ്ങള് മുഖ്യമന്ത്രിയുടെ കൂടെ എടുത്തില്ലേ? അപ്പൊ മുഖ്യമന്ത്രിക്കാണ് കുറച്ചുകൂടി അറിയാനുള്ള എളുപ്പം. കാരണം സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്, ഇന്റലിജൻസ് ഉണ്ട്, പോലീസ് ഉണ്ട്. പിണറായി വിജയന് മനസ്സിലായില്ലല്ലോ ഇയാൾ കള്ളനാണെന്ന് കൂടെ നിന്ന് പടം എടുത്തപ്പോ. അപ്പൊ സോണിയാഗാന്ധിക്ക് എങ്ങനെ മനസ്സിലാവണം? ആരെങ്കിലും അപ്പോയിന്റ്മെന്റ് എടുത്ത് ചെന്ന് അവരെ കാണാം. അവരെ കാണാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ആർക്കും, അവരെ കാണാം. അപ്പൊ മന്ത്രി ശിവൻകുട്ടി നിയമസഭയിൽ പറയാണ് സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം, സ്വർണം അവിടെയുണ്ട്. ഇത്രയും വിവരദോഷികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ ഈ കേരളത്തിന്റെ ചരിത്രത്തിലില്ല. ഇവരെ പോലത്തെ ആളുകള് മന്ത്രിമാരായിരിക്കാൻ യോഗ്യതയുള്ളവരാണോ? അസംബന്ധം പറയാൻ നിയമസഭയിൽ കയറിയെന്ന്. എന്നിട്ട് നിയമസഭയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കുകയാണ്. ആര്? മറ്റേ അണ്ടർവെയർ പുറത്ത് കാണിച്ച് മുണ്ടു മടക്കി കുത്തി ഡെസ്കിന്റെ മുമ്പിൽ കയറിയിരുന്ന് ഈ സാധനം മുഴുവൻ തല്ലി പൊളിച്ചെടുത്തതാണ്. നമുക്ക് ക്ലാസ് എടുക്കുകയാണ് ഈ സണ്ണി വക്കീലിനെ, എനിക്കൊക്കെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെ എങ്ങനെ നിയമസഭയിൽ പ്രവർത്തിക്കണമെന്ന്. അതായത് നമ്മൾ മര്യാദയ്ക്ക് വന്ന് എഴുന്നേക്ക് നിന്ന് ഇത് പറഞ്ഞിട്ട് പോലല്ല, ഓന്റെ പോലെ മറ്റത് കാണിച്ചിട്ട് വേണം ചെയ്യാൻ. നാളെ കൊണ്ടോ? എന്നിട്ട് സോണിയാഗാന്ധിക്കെതിരെ വാർത്ത വരുമെന്ന് കണ്ടാൽ എന്ത് വിഡിത്തവും വായിന്ന് വരുമോ? എന്ത് വിഡിത്തോ വായിൽ നിന്ന്? എന്ത് വിഡിത്തോ? ആ വിദ്യാഭ്യാസ മന്ത്രി, എന്റെ പിള്ളേരെ ഓർത്ത് ഞാനിങ്ങനെ സങ്കടപ്പെടുക. എന്റെ പിള്ളേരെ ഓർത്ത് ഇവരൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോ സ്കൂളിൽ പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്ക് ഉണ്ടായല്ലോ. കഷ്ടമെന്നല്ലാതെ എന്താ പറയാ? ആ എക്സസൈസ് കൊടുത്താൽ നമുക്ക് ബോധമില്ലാതെ പറഞ്ഞെന്ന് വിചാരിക്കരുത്. എക്സസൈസ് കൊടുത്തിരുന്നത് അത് മാത്രം കൊടുത്തിരുന്നത് ബോധമില്ലാതെ പറഞ്ഞെന്ന് വിചാരിക്കരുത്. ഇത് വിദ്യാഭ്യാസ മന്ത്രി വന്ന് പറയാണ് നിയമസഭയിൽ സോണിയാഗാന്ധി അയ്യപ്പന്റെ സ്വർണം കവർന്നത്. ഞാൻ എന്റെ നാവിൽ വരുന്നുണ്ട്, സാധാരണ ഇത്ര മോശമായിട്ട് പറയാറ്. സഹിക്കാൻ പറ്റാണ്ട് പറഞ്ഞ സഹിക്കാൻ പറ്റാണ്ട് എന്തും പറയാന്ന്. ഇത് മന്ത്രിമാരെല്ലാം ഇത് തന്നെയാണ്. കുറെ എണ്ണം ഇതിങ്ങനെ പറയാൻ വേണ്ടിട്ട് ഇറങ്ങി വിട്ടേക്കണ കുറെ ആളുകളെ. ഞാനതൊന്നും പറയുന്നില്ല, നമ്മുടെ വിഷയമില്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും വരുന്നില്ല. നമ്മൾ ഒരു കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് വാക്കുകൊടുക്കുകയാണ്. ഈ സ്വർണ്ണക്കൊള്ളക്കാരെ മുഴുവൻ ഏത് മാളത്തിൽ പോയി ഒളിച്ചിരുന്നാലും അവരെ എല്ലാം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നത് വരെ കേരളത്തിലെ കോൺഗ്രസ്, കേരളത്തിലെ UDF അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഒരു സംശയവും വേണ്ട. അവസാനം വരെ അതിനുവേണ്ടി പ്രവർത്തിക്കും. ഒറ്റ കൊള്ളക്കാരെ വെറുതെ വിടാൻ UDF-ഉം കോൺഗ്രസും അനുവദിക്കില്ല എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തും.